സാമൂഹിക മാധ്യമങ്ങളിലൂടെ കൗമാരക്കാരെയും കൊച്ചുകുട്ടികളെയും ഉൾപ്പെടെ തെറിവിളിയും അശ്ലീലവും ശീലിപ്പിച്ച് ജനപ്രീതിയും പണവും സമ്പാദിച്ച കുപ്രസിദ്ധ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനൊടുവിൽ കേരള പോലീസ് കൃത്യമായി പൂട്ടിട്ടിരിക്കുകയാണ്. അശ്ലീല ദൃശ്യങ്ങളും കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യങ്ങളും നിരന്തരം പങ്കുവച്ചിരുന്ന ഇയാളുടെ പ്രധാന യൂട്യൂബ് ചാനൽ പോലീസ് നൽകിയ ഔദ്യോഗിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നേക്കുമായി നീക്കം ചെയ്തിരിക്കുന്നു. അശ്ലീല ഉള്ളടക്കങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിഹാദിനെതിരെ മുൻപ് തന്നെ എറണാകുളം റൂറൽ സൈബർ പോലീസ് IT നിയമപ്രകാരം അതീവ ഗുരുതരമായ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സ്വന്തം സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോകൾ വരെ ഇയാൾ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിച്ചതായി പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയെ തുടർന്ന് അന്നത്തെ DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ലഹരി അശ്ലീല സാമ്രാജ്യത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. കേസിൽ മുൻകൂർ ജാമ്യം നേടാനുള്ള നിഹാദിന്റെ ശ്രമങ്ങളെ ശക്തമായ റിപ്പോർട്ടിലൂടെ റൂറൽ പോലീസ് പ്രതിരോധിച്ചിട്ടുണ്ട്. ഇയാൾ ചെയ്തത് യാതൊരളവും അർഹിക്കാത്ത ഗൗരവമേറിയ കുറ്റകൃത്യമാണെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. പോക്സോ, ലഹരിമരുന്ന് ഉപയോഗം, ലൈംഗിക ചൂഷണം, ശാരീരിക മാനസിക പീഡനങ്ങൾ തുടങ്ങി നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് തൊപ്പിക്കും ഇയാളുടെ കൂടെയുള്ള സംഘത്തിനുമെതിരെ നിലനിൽക്കുന്നത്. ഇതിന്റെ തുടർച്ചയായ അന്വേഷണങ്ങളുടെ ഭാഗമായി ആലുവ റൂറൽ സൈബർ പോലീസ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും പൂട്ടിച്ചു. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളികളും സ്ത്രീവിരുദ്ധതയും നിറഞ്ഞ ഇയാളുടെ ലൈവ് ഗെയിമിംഗ് വീഡിയോകൾക്ക് വിപരീത ചിന്താഗതിയുള്ള കുട്ടികളുടെയും കൗമാരക്കാരുടെയും വലിയൊരു ആരാധക വൃന്ദം തന്നെ ഉണ്ടായിരുന്നു. മുൻപ് മലപ്പുറം വളാഞ്ചേരിയിലെ ഒരു ഉദ്ഘാടന പരിപാടിക്ക് ഇയാൾ എത്തിയപ്പോൾ തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടം അവിടെ വെച്ച് നടത്തിയ അശ്ലീല പ്രകടനങ്ങളും വലിയ വിവാദങ്ങൾക്കും വഴി തുറന്നിരുന്നു. അന്ന് പൊതുസ്ഥലത്ത് അശ്ലീല ഭാഷ ഉപയോഗിച്ചതിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ കുട്ടിക്കാലം മുതൽ നിഹാദ് അനുഭവിച്ച കടുത്ത ടോക്സിക് പാരന്റിങ്ങിന്റെയും ഒറ്റപ്പെടലിന്റെയും ഇരയാണ് ഇയാളെന്ന് വാദിക്കുന്നവരും കുറവല്ല. യാഥാസ്ഥിതിക കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച നിഹാദ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഓൺലൈൻ ഗെയിമിനായി പണം മോഷ്ടിക്കാൻ ശ്രമിച്ച നാട്ടുകാരുടെ കയ്യിൽപ്പെടുകയും തുടർന്ന് പിതാവ് സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി വർഷങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ വീടിനുള്ളിൽ അടച്ചിരുന്നതാണ് ഇയാളെ കടുത്ത ഗെയിം അഡിക്ഷനിലേക്കും വിഷാദ രോഗത്തിലേക്കും തള്ളിവിട്ടത്. ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ആത്മഹത്യ കൂടിയായതോടെ മാനസിക നില തെറ്റിയ നിഹാദ് തന്റെ അപകർഷതാബോധവും ദേഷ്യവുമെല്ലാം തീർത്ത് ഡിജിറ്റൽ ലോകത്തെ ചീത്തവിളികളിലൂടെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓൺലൈൻ ലോകത്ത് തനിക്ക് എന്തും പറയാമെന്നും എന്നാൽ നേരിട്ടൊരാളുടെ മുഖത്ത് നോക്കാൻ പോലും ഭയമാണെന്നും ഇയാൾ തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആരാധകരുടെ വെല്ലുവിളികൾക്ക് വഴങ്ങി യൂട്യൂബ് നൽകിയ സിൽവർ ബട്ടൺ വരെ അടിച്ചു പൊട്ടിച്ച ചരിത്രമുള്ള നിഹാദിന്റെ ഈ അശ്ലീല ശൃംഖലയ്ക്ക് പൂട്ടിട്ട പോലീസിന്റെ നടപടിയെ വലിയ ആശ്വാസത്തോടെയാണ് സാമൂഹിക നിരീക്ഷകരും രക്ഷിതാക്കളും ഒക്കെ കാണുന്നത്. എന്തായാലും ഇവരെയൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന ടാഗ് ലൈനിലാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആളുകൾ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികളെയും പ്രായമെത്താത്ത പക്വതയെത്താത്ത ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെയാണ്. നിഹാദിനെ അല്ലെങ്കിൽ തൊപ്പി എന്ന് വിളിച്ച് ആരാധിക്കുന്ന വലിയൊരു കൂട്ടം വിഭാഗമുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പോലീസിന്റെ നടപടിയെ എതിർക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ ഒരു നിയമവും രീതിയും സാമൂഹിക മര്യാദകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ പാടുള്ളൂ. വിനോദാധിഷ്ഠിതമായി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനൊന്നും ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ സാധിക്കുന്നതല്ല. സ്വന്തം സുഹൃത്തുക്കളുടെ നഗ്നത വരെ വിറ്റ് കാശുണ്ടാക്കുന്ന നിഹാദിനെ പോലുള്ള സാമൂഹിക മാലിന്യങ്ങളെ പൂട്ടാൻ കേരള പോലീസ് സ്വീകരിച്ച നടപടി എന്തായാലും അഭിനന്ദനാർഹം തന്നെയാണ്.